ഇനി അടുത്ത് നമ്മൾ നോക്കാൻ പോകുന്നത് റോൾ ഓഫ് ജാവ ഫോർ ക്ലയൻറ്റ് ഓർ സെർവർ ഓൺ വെബ്. ഇത് നമുക്ക് സാമ്പിൾ പേപ്പറിൽ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. അപ്പം റോൾ ഓഫ് ജാവ പറയുന്നതിന് മുൻപ് നമുക്ക് എന്താണ് ജാവ എന്നുള്ളത് നോക്കാം. അതിന് മുൻപ് നമുക്ക് അറിയാം ക്ലയൻറ്റ് സെർവർ മോഡൽസ് എന്ന് പറയുന്നത് പല ഇപ്പോൾ ഈ വെബ് ബ്രൗസേഴ്സിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ നമ്മുടെ ക്ലയൻറ്റ് എൻഡ് പറയുകയാണെങ്കിൽ പല മില്യൺസ് ഓഫ് യൂസേഴ്സ് ആയിരിക്കും നമ്മുടെ ക്ലയൻറ്റിൽ നിൽക്കുന്നത് അല്ലേ. ആൻഡ് അതുപോലെ തന്നെ അപ്പുറത്തെ എൻഡിൽ സെർവേഴ്സ് എന്ന് പറയുന്നത് ലിമിറ്റഡ് ആയിരിക്കും. അപ്പോൾ ഇത്രയും ക്ലയൻറ്റിനെ ഹാൻഡിൽ ചെയ്യാനുള്ള ഒരു കേപ്പബിലിറ്റി നമ്മുടെ സെർവേഴ്സിനുണ്ടായിരിക്കണം. ആൻഡ് ഈ ഒരു ക്ലയൻറ്റിൽ പ്രോഗ്രാം റൺ ചെയ്യുന്നുണ്ട്, അതുപോലെ തന്നെ സെർവറിലും റിമോട്ട് മെഷീൻസിൽ പ്രോഗ്രാംസ് റൺ ചെയ്യുന്നുണ്ട്. അതായത് ക്ലയൻറ്റ് നമുക്ക് റിമോട്ട് മെഷീൻസ് ആണ് അല്ലേ, പല റിമോട്ട് മെഷീൻസിൽ നിന്നും നമുക്ക് നമ്മുടെ സെർവറിലോട്ടായിരിക്കും ആക്സസ് പോകുന്നത്. സോ ദർ വിൽ ബി പ്രോഗ്രാംസ് റണ്ണിങ് ദാറ്റ് ഹെൽപ്സ് ടു കമ്മ്യൂണിക്കേറ്റ് വിത്ത് ദ സെർവർ അറ്റ് എ പോയിന്റ് ഓഫ് ടൈം. ജാവയെ പറ്റി പറയുകയാണെങ്കിൽ അത് ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആണ്, നമുക്ക് എല്ലാവർക്കും അറിയാം. ഇപ്പോൾ C++ പോലത്തെ സിൻടാക്സ് ആണ് ഇത് ഫോളോ ചെയ്യുന്നതെങ്കിലും C++ പോലെ ഇതൊരു ലാംഗ്വേജ് ആണ്, അതായത് ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആണ്. അപ്പോൾ ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമിംഗ് എന്ന് പറയുമ്പോഴേ നിങ്ങൾക്ക് മനസ്സിലാവും ജാവ ഹാസ് ഒബ്ജക്ട്സ്. അപ്പം ഈ ഒരു ഒബ്ജക്ട്സിൻ്റെ റിട്രീവലും ഈ ഒരു ഒബ്ജക്റ്റ് തമ്മിലുള്ള കമ്മ്യൂണിക്കേഷനും ഒക്കെ ജാവ വരുമ്പോഴത്തേനും വളരെയേറെ ഇമ്പോർട്ടൻ്റ് ആണ്. സോ ഇവിടെ കൂടുതലും ഒബ്ജക്ട്സ് ആണ് വരുന്നത്. ഒബ്ജക്ട്സ് എന്ന് പറയുന്നത് നമ്മൾ ഡേറ്റേനെയാണ് റെഫർ ചെയ്യുന്നത്, പക്ഷേ ഇറ്റ് ഈസ് ഇൻ എ മോർ ഓർഗനൈസ്ഡ് മാനർ ഒബ്ജക്ട്സിനകത്ത് വരുന്നത്. ആൻഡ് ഈച്ച് ഓഫ് ദീസ് ഒബ്ജക്ട്സ് വിൽ ബി ഹാവിങ് എ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഈച്ച് അതർ. നമ്മളൊക്കെ ജാവ പഠിച്ചു പോയിട്ടുള്ള ആൾക്കാരാണ്, സോ ഇതിനെപ്പറ്റി ഞാൻ കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. ആൻഡ് ഒബ്ജക്ട്സിനെ നമുക്ക് ക്ലാസ്സസ് ആയിട്ട് ക്ലാസിഫൈ ചെയ്യാം അല്ലേ. ക്ലാസ്സിൻ്റെ കീഴിലോട്ടായിരിക്കും ഒബ്ജക്ട്സ് വരുന്നത്. സോ ക്ലാസ് എന്ന് പറയുന്നത് ബേസിക്കലി ഒരു പാറ്റേൺ ക്രിയേറ്റ് ചെയ്യുക അല്ലെങ്കിൽ ഫീച്ചേഴ്സ് പ്രൊവൈഡ് ചെയ്യുക. ഇപ്പോൾ ഒരു ക്ലാസ്സിൻ്റെ കീഴിൽ കുറേ ഒബ്ജക്ട്സ് വരുവാണെന്നുണ്ടെങ്കിൽ ഇവർക്ക് എല്ലാവർക്കും ഒരു സിമിലാരിറ്റി കാണും അല്ലേ. അപ്പം ആ ഒരു പാറ്റേൺ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ക്ലാസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആൻഡ് മെത്തേഡ്സ് അല്ലെങ്കിൽ ഫങ്ഷൻസ് എന്നൊക്കെ പറയുന്നത് എന്താണ്, അവർക്ക് ഒരു സെറ്റ് ഓഫ് ഇൻസ്ട്രക്ഷൻ കൊടുക്കുകയാണ്, ഇത് ഇങ്ങനെ ചെയ്യണം, ഇങ്ങനെയാണ് വർക്ക് ചെയ്യേണ്ടത് എന്നുള്ള രീതിക്ക്. അപ്പം മെത്തേഡ്സും ക്ലാസ്സസ് ഒബ്ജക്ട്സ് ഒക്കെയാണ് നമ്മളുടെ ഈ ഒരു ജാവയുടെ ബേസ് എന്ന് പറയുന്നത്. യൂസർ എന്താണ് ചെയ്യുന്നത്, യൂസർ ഒബ്ജക്ട്സുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ആൻഡ് ഒബ്ജക്ട്സ് ഇപ്പം യൂസറിന് ഇപ്പോൾ ഒരു ഒബ്ജക്റ്റിനെ ആക്സസ് ചെയ്യണം, ആ ഒബ്ജക്റ്റുകൾ ഇപ്പോൾ അടുത്ത ഒബ്ജക്റ്റുകളൊക്കെ ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഇവിടെ നടക്കുന്നത് മെസ്സേജസ് യൂസ് ചെയ്തിട്ടാണ്. ഒബ്ജക്ട്സ് തമ്മിലുള്ള കമ്മ്യൂണിക്കേഷനൊക്കെയും യൂസർ ഒബ്ജക്റ്റുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷനൊക്കെയും മെസ്സേജസ് യൂസ് ചെയ്തിട്ടാണ് ചെയ്യുന്നത്. ജാവ എന്താണ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ക്ലയൻറ്റ് ടു സെർവർ കമ്മ്യൂണിക്കേഷനിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് നമുക്ക് ആപ്ലിക്കേഷൻസ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് അല്ലേ. ഇപ്പോൾ ജാവ എക്സ്റ്റൻഷനിലുള്ള സോഴ്സ് കോഡ് അത് നമ്മൾ ഒരു ബൈറ്റ് കോഡായിട്ട് കൺവേർട്ട് ചെയ്യും. അതായത് ഇത് .class എന്നുള്ള എക്സ്റ്റൻഷനിൽ കൺവേർട്ട് ചെയ്യും. ജാവ ഇൻ്റർപ്രറ്റർ ഈ ഒരു ബൈറ്റ് കോഡിൽ കിടക്കുന്ന സംഭവത്തിനെയാണ് എക്സിക്യൂട്ട് ചെയ്യുന്നത് ഓൺ JVMs, ദാറ്റ് ഈസ് ജാവ വെർച്വൽ മെഷീൻസ്. ഈ ഒരു ജാവ വെർച്വൽ മെഷീൻസ് എന്ന് പറയുന്ന അതിൻ്റെ പോർട്ടബിലിറ്റിയും അതിൻ്റെ യൂസബിലിറ്റിയും ഒക്കെ അത് വളരെ അത് നമുക്ക് പല പ്ലാറ്റ്ഫോംസിലൊക്കെ യൂസ് ചെയ്യാനായിട്ട് പറ്റും. ബിക്കോസ് പ്ലാറ്റ്ഫോം ഇൻഡിപെൻഡൻ്റ് ആണ് JVMs എന്ന് പറയുന്നത്. ആൻഡ് ജാവയെ നമുക്ക് ബേസിക് ആയിട്ടല്ലാണ്ട് നമുക്ക് സോക്കറ്റ്സ് പ്രോഗ്രാമിംഗ് ഒക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാകും. സോക്കറ്റ് വൈസ് ആണെങ്കിലും നമുക്ക് ജാവേനെ യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. ആൻഡ് അലോങ് വിത്ത് ദാറ്റ് ജാവ ഒരു റോബസ്റ്റ് പ്രോഗ്രാമാണ്. അതായത് ഇപ്പം എന്തെങ്കിലും അബ്നോർമാലിറ്റീസ് ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനെ വളരെ ക്വിക്കായിട്ട് കണ്ടുപിടിക്കാനായിട്ട് ജാവയെ കൊണ്ട് സാധിക്കും. അതുപോലെ വേറൊരു ക്യാരക്ടറിസ്റ്റിക്സ് അല്ലെങ്കിൽ വേറൊരു പോസിറ്റീവ് ജാവയുടെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജാവ ഊപ്സ് കൺസെപ്റ്റ് ഫോളോ ചെയ്യുന്നത് കൊണ്ട് തന്നെ ഇൻഹെറിറ്റൻസ്, എൻകാപ്സുലേഷൻ, പോളിമോർഫിസം ഇത്രയും കാര്യങ്ങൾ ജാവയുടെ എന്താണ് പറയുന്നത് ഈ ഒരു പോസിറ്റീവ് സംഭവം ഇതൊക്കെ ഭയങ്കര പോസിറ്റീവാണ്. കാരണം വെച്ചാൽ നമുക്കിപ്പോൾ എനിക്കൊരു ഒബ്ജക്റ്റിൽ നിന്നും ക്യാരക്ടറിസ്റ്റിക്സ് വേറൊരു ഒബ്ജക്റ്റിലോട്ട് പാസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ അത് വളരെ ഈസിയാണ്. വൈ? ബിക്കോസ് ഇൻഹെറിറ്റൻസ് നമുക്കിവിടെ പോസിബിളാണ്. അതുപോലെ തന്നെ ഇപ്പം ഞാനിപ്പോൾ ഒരു ക്ലയൻ്റ് ആണെന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ ഞാനിപ്പോൾ എൻ്റെ ബ്രൗസറിൽ അറ്റ് എ ടൈം ഞാൻ പല വെബ് പേജസ് ഇപ്പം 2 വെബ് പേജസ് ഞാൻ ഓപ്പൺ ചെയ്തു എന്ന് വിചാരിക്കുക. ഓക്കെ, അപ്പോൾ അതൊക്കെ എനിക്ക് വളരെ ക്വിക്കായിട്ട് കിട്ടുന്നുണ്ട്. ഇപ്പോൾ അത് ജാവ യൂസ് ചെയ്താണ് ചെയ്തു എന്നുണ്ടെങ്കിൽ മൾട്ടി ത്രെഡിങ്ങിൻ്റെ കൺസെപ്റ്റ് ഏതൊരു വെബ് ബ്രൗസർ വെബ് സെർവർ എടുക്കുകയാണെന്നുണ്ടെങ്കിലും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ആൻഡ് നമുക്കത് റെസ്പോൺസീവ്നെസ്സും റിയൽ ടൈം പെർഫോമൻസും ഒക്കെ ഇൻക്രീസ് ചെയ്യാനായിട്ട് സഹായിക്കും. സോ ത്രെഡിങ് ഒക്കെ പറയുന്നത് നമുക്ക് മൾട്ടി ടാസ്കിങ്ങിനെ ഹെൽപ്പ് ചെയ്യുന്ന സംഭവങ്ങളാണ്. അറ്റ് എ ടൈമിൽ നമുക്ക് പല ടാസ്കുകൾ ചെയ്തു തീർക്കാനായിട്ട് പറ്റും.
ഇനി ഈ ഒരു എന്താണ് ജാവയുടെ വേറൊരു ലൈക്ക് ഇതുപോലെ തന്നെ നമുക്ക് റോൾ ഇൻ എന്താ വെബ് സർവീസസ് എന്ന് പറയുമ്പോഴത്തേനും അതിന് നമുക്ക് മാറ്റി വെക്കാൻ പറ്റാത്തൊരു റോളാണ് സോക്കറ്റ് ബേസ്ഡ്. സോ സോക്കറ്റ് ബേസ്ഡ് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ക്ലയൻറ്റ് സെർവർ സിസ്റ്റം ജാവയിൽ സോക്കറ്റ്സ് യൂസ് ചെയ്തിട്ട് ചെയ്യാനായിട്ട് പറ്റും. സോക്കറ്റ്സ് എന്ന് പറയുന്നത് നിങ്ങൾക്കറിയാം, അതൊരു എന്താണ് 2-വേ കമ്മ്യൂണിക്കേഷൻ്റെ 2 എൻഡ് പോയിൻറ്റ്സ് ആണ്, അല്ലെങ്കിൽ അത് ഈ കമ്മ്യൂണിക്കേഷൻ ബിഗിൻ ചെയ്യാനുള്ള 2 പോർട്സ് പോലെയാണ് നമുക്ക് സോക്കറ്റ്സ്. ഈ സോക്കറ്റ്സിന് അതിൻ്റേതായിട്ടുള്ള പ്രോട്ടോകോൾസും കാര്യങ്ങളൊക്കെ ഉണ്ട് നമുക്കിവരെ ക്രിയേറ്റ് ചെയ്യുന്നതിനും ഇവരെന്തൊക്കെയാണ് എങ്ങനെയൊക്കെയാണ് ചെയ്യേണ്ടത് എന്നുള്ളത്. സോ ബേസിക്കലി ഇവർ കണക്ട് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്ന ഒരു എന്താ പറയുക എൻഡ് പോയിൻറ്റ്സ് ആണ്. ഇപ്പം എനിക്കിവിടെ എന്താണ് നമ്മൾ ചെയ്യുന്നത്, ഇപ്പം എനിക്ക് എൻ്റെ ക്ലയൻറ്റിൽ നിന്ന് സെർവറിലൂടെ എനിക്ക് മെസ്സേജസ് അയക്കണം. അപ്പം എനിക്കത് അയക്കാനായിട്ട് എനിക്കൊരു പാത്ത് വേ വേണം. ഈ ഒരു പാത്ത് വേ ക്രിയേറ്റ് ചെയ്യാനായിട്ട് സോക്കറ്റ്സ് നമ്മളെ സഹായിക്കും. അതായത് ഒരു പ്രോഗ്രാം ഒരു സോക്കറ്റ് ഓപ്പൺ ചെയ്തു, ആ ഒരു സോക്കറ്റ് എന്നിട്ട് സെൻഡ് ആൻഡ് റിസീവിങ് മെസ്സേജിനെ എനേബിൾ ചെയ്തു എന്നുണ്ടെങ്കിൽ എനിക്ക് ഈ മെസ്സേജുകളെ ഒരു പോയിന്റിൽ നിന്നും വേറൊരു പോയിന്റിലോട്ട് സെൻഡ് ചെയ്യാനായിട്ട് സാധിക്കും. ഐ എം ഹാവിങ് എ ക്ലയൻറ്റ് ഹിയർ. ക്ലയൻറ്റിൽ എൻ്റെ പോർട്ട് നമ്പർ 5 ആണ്. ഓക്കെ, ഇവിടെ ഓപ്പൺ ആയിട്ടിരിക്കുന്നതെന്ന് വിചാരിക്കും. എൻ്റെ സെർവറുണ്ട്. അപ്പോൾ സെർവർ നോക്കുമ്പം പോർട്ട് നമ്പർ 5 നിന്ന് വരുന്ന മെസ്സേജസ് മാത്രം എന്താണ് എംഫസൈസ് ചെയ്യുക, അല്ലെങ്കിൽ അതിന് റെസ്പോൺസ് കൊടുക്കുക എന്നുണ്ടെന്നുണ്ടെങ്കിൽ അപ്പോൾ അതിനനുസരിച്ചായിരിക്കും ഇവർ തിരിച്ച് റെസ്പോൺസ് കൊടുക്കുന്നത്. അപ്പോൾ ഇവിടെ ഒരു കണക്ഷൻ എസ്റ്റാബ്ലിഷ് ചെയ്യുകയാണ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പം ആദ്യത്തെ പോയിൻ്റ് ഒരു സോക്കറ്റ് കണക്ഷൻ ക്രിയേറ്റ് ചെയ്യുമ്പോഴത്തേനുമുള്ള ആദ്യത്തെ പോയിൻ്റ് എന്താണ്, നമ്മൾക്ക് ഇവിടെ എന്താണ് കണക്ഷൻ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു കണക്ഷൻ ആദ്യം റിക്വസ്റ്റ് ചെയ്യുന്നത് ക്ലയൻറ്റിൻ്റെ സൈഡിൽ നിന്നാണ്. സോ റിക്വസ്റ്റ് ഫോർ കണക്ഷൻ ഇസ് ഫ്രം ദ ക്ലയൻറ്റ്, ഇനി അടുത്തത് സെക്കൻഡ് പോയിൻ്റ് എന്താണ്, കണക്ഷൻ. അപ്പം സെർവർ കണക്ഷൻ അക്സെപ്റ്റ് ചെയ്യും. സെർവർ അക്സെപ്റ്റ്സ് ദ കണക്ഷൻ ആൻഡ് സെർവർ കണക്ഷൻ അക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് എന്താണ് ഇവിടെ നടക്കുന്നത്, ഇവിടെ നമുക്ക് പോർട്ട് നമ്പേഴ്സ്, അപ്പോൾ ഇതൊക്കെ പോർട്ട് നമ്പേഴ്സ് യൂസ് ചെയ്തിട്ടാണ് നമ്മുടെ കണക്ഷൻ എസ്റ്റാബ്ലിഷ്മെൻറ്റ് വരുന്നത്. കണക്ഷൻ എസ്റ്റാബ്ലിഷ് ചെയ്ത് കഴിഞ്ഞിട്ട് ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും വയാ ദ സോക്കറ്റ് ഇവർ കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. സോ തേർഡ് പാർട്ട് ഇസ് എ കമ്മ്യൂണിക്കേഷൻ വയാ സോക്കറ്റ്. ഓക്കെ, അപ്പം ഈ ഒരു സോക്കറ്റിനകത്ത് നമുക്ക് ക്ലയൻറ്റ് സൈഡ് സോക്കറ്റ്സ് ഉണ്ട്, സെർവർ സൈഡ് സോക്കറ്റ്സ് ഉണ്ട്. അപ്പം ഇത് ഓരോ ക്ലയൻറ്റിൻ്റെയും, ഇപ്പോൾ ക്ലയൻറ്റ് സോക്കറ്റ് ആണെന്നുണ്ടെങ്കിലും സെർവർ സോക്കറ്റ് ആണെന്നുണ്ടെങ്കിലും അവർക്ക് അതിൻ്റേതായിട്ടുള്ള ക്യാരക്ടറിസ്റ്റിക്സ് ഉണ്ട്, ബിക്കോസ് ദി ബിലോങ് ടു ദെയർ ഓൺ ഡിഫറെൻറ്റ് ക്ലാസ്സസ്. സോ ഇപ്പം ക്ലയൻറ്റ് സോക്കറ്റ് ആണെന്നുണ്ടെങ്കിൽ ഹോസ്റ്റ് നെയിമും പോർട്ട് നമ്പറും ഒക്കെ ഉണ്ടാവും ഫോർ റിക്വസ്റ്റിംഗ് കണക്ഷൻ. സെർവർ സോക്കറ്റ് ആണെന്നുണ്ടെങ്കിൽ റിക്വസ്റ്റുകളെ മോണിറ്റർ ചെയ്യാനുള്ള കേപ്പബിലിറ്റി സെർവറിനുണ്ടാവും. അതിനനുസരിച്ച് അതിനെ ക്രിയേറ്റ്, ചിലപ്പോൾ ആ ഒരു കണക്ഷൻ എസ്റ്റാബ്ലിഷ് ചെയ്യണോ വേണ്ടയോ എന്നൊക്കെയുള്ള കാര്യങ്ങൾ സെർവർ സൈഡിൽ കാണും. അപ്പം അതുപോലെ തന്നെ സെർവർ ഈ ഒരു കണക്ഷൻ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ത്രെഡോ അല്ലെങ്കിൽ സ്ട്രിങ് ഓഫ് പ്രോസസ്സസ് ഉണ്ടാവും ബൈ വിച്ച് ദ സെർവർ ക്യാൻ കമ്മ്യൂണിക്കേറ്റ് വിത്ത് ദ ക്ലയൻറ്റ്. അപ്പം ഇതൊക്കെ സോക്കറ്റിലാണ് നടക്കുന്നത്. പിന്നെ ഈ ഒരു കമ്മ്യൂണിക്കേഷനെ എനേബിൾ ചെയ്യാനായിട്ട് നമുക്ക് പ്രോട്ടോകോൾസ്, TCP IP പ്രോട്ടോകോൾസ് ഒക്കെ നമ്മൾ യൂസ് ചെയ്യും, മെസ്സേജസ് ഫ്രം കമ്പ്യൂട്ടർ ടു കമ്പ്യൂട്ടർ അയക്കാനായിട്ട്. സോ ഈ ഒരു കമ്മ്യൂണിക്കേഷൻ പാസ് ചെയ്ത് കഴിയുമ്പോഴത്തേനും ഈ ഒരു സോക്കറ്റ് കഴിഞ്ഞിട്ട് നമ്മൾ ഈ ഒരു ഇപ്പം അങ്ങോട്ടും ഇങ്ങോട്ടും റീഡ് ഓർ റൈറ്റ് വാട്ട്സ് എവർ ഇറ്റ് ഇസ് ദർ അതിപ്പം നടക്കുവാണെന്നുണ്ടെങ്കിൽ നമ്മൾക്ക് ഡേറ്റ അങ്ങോട്ടും ഇങ്ങോട്ടും ട്രാൻസ്ഫർ ചെയ്യാനായിട്ട് പറ്റും. ഇപ്പം നമ്മൾ 2 ക്ലയൻറ്റ് ഉണ്ട്, സെർവർ ഉണ്ട്, അവർ തമ്മിൽ സോക്കറ്റ്സ് തമ്മിൽ കണക്ട് ചെയ്തു. അപ്പോൾ എനിക്കിപ്പോൾ ഒരു കമാൻഡ്, എനിക്ക് ഈ ഒരു ഡേറ്റിനെ റീഡ് ചെയ്യണം, അത് കഴിഞ്ഞിട്ട് അതിനെ മോഡിഫൈ ചെയ്യണം. അപ്പോൾ ഇങ്ങനത്തെ മോഡിഫൈ ഓർ റൈറ്റ്, ഓക്കെ, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ എനിക്ക് ഒരു സോക്കറ്റ് കണക്ഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ എനിക്ക് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ അത് ജാവ പ്രൊവൈഡ് ചെയ്യുന്നൊരു ഫീച്ചറാണ്. സോ ഇറ്റ് അലൗസ് 2 or more processes to send and receive data regardless of the computer location too. So that's how the sockets work. ഇനി അടുത്ത ജാവയുടെ ഒരു ഏരിയയും കൂടെ നമുക്ക് ഇതിൻ്റെ കീഴിൽ പറയാനുണ്ട്. ദാറ്റ് ഈസ് ദി RMI ഓർ ദി റിമോട്ട് മെത്തേഡ് ഇൻവൊക്കേഷൻ. റിമോട്ട് മെത്തേഡ് ഇൻവൊക്കേഷൻ എന്ന് പറയുമ്പോഴത്തേനും നമുക്കറിയാം ക്ലയൻറ്റിലിരുന്ന് എനിക്ക് എൻ്റെ സെർവറിലുള്ള ഒബ്ജക്ട്സിലെ മെത്തേഡ് ഇൻവൊക്കേഷൻ പോസിബിൾ ആക്കാം. ഓക്കെ, അപ്പോൾ എൻ്റെ ക്ലയൻറ്റ് എന്ന് പറയുന്നതിന് റിമോട്ട് ഏരിയയിൽ നിർത്തി ബാക്കിയുള്ള സെർവേഴ്സിനെ എനിക്ക് റിക്വസ്റ്റിനനുസരിച്ച് ഇൻവോക്ക് ചെയ്യാനായിട്ട്
സാധിക്കും. സോ RMI എന്താണ് ചെയ്യുന്നത്? ക്ലയൻറ്റ് ഒബ്ജക്ട്സ്, ജാവ വെർച്വൽ മെഷീനിലുള്ള ക്ലയൻറ്റ് ഒബ്ജക്ട്സിൽ നിന്നും റിക്വസ്റ്റുകളെ നമ്മൾ അടുത്ത വേറൊരു കമ്പ്യൂട്ടറിലോട്ട് അല്ലെങ്കിൽ ഹോസ്റ്റിലോട്ട് സെർവറിലോട്ട് നമ്മൾ കൊടുക്കുകയാണ്. അപ്പം ഇവിടെ നിന്നും ഇപ്പം എനിക്ക് ഇവിടെ നിന്നും ഞാനൊരു മെത്തേഡ് കോൾ ചെയ്തു എന്ന് വിചാരിക്കുക. അപ്പോൾ ഈ ഒരു മെത്തേഡ് ഞാൻ ഇവിടെ കോൾ ചെയ്തു എന്നുണ്ടെങ്കിൽ എൻ്റെ ഈ ഒരു സെർവറിനെയാണ് ഞാൻ ടാർഗറ്റ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ രണ്ടും രണ്ട് ലൊക്കേഷനിൽ ഇരുന്ന് കഴിഞ്ഞാലും ഇവിടെ പറയുന്ന ചേഞ്ചസിനെ എനിക്കിവിടെ ചെയ്ത് കാണിക്കാനായിട്ട് സാധിക്കും. മെത്തേഡ്സ് എന്ന് പറയുന്നത് അത് പ്രോഗ്രാം പ്രൊസീജിയേഴ്സ് എന്ന് ഓൾറെഡി നമ്മൾ പറഞ്ഞായിരുന്നു. അപ്പം അത് ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമിലൊരു ക്യാരക്ടറിസ്റ്റിക്സ് ആണ്. അപ്പം ക്ലാസ്സസ് എന്ന് പറയുമ്പോഴത്തേനും ക്ലാസ്സസിനകത്ത് ഒരു മെത്തേഡോ ഒന്നിൽ കൂടുതൽ മെത്തേഡ്സോ കാണും. അപ്പം അതിനനുസരിച്ച് നമുക്ക് ഈ ഒരു എന്താണ് പറയുന്നത്, ഇപ്പോൾ ഒരു ഒബ്ജക്റ്റിനെ നമ്മൾ ബാക്ക് ആൻഡ് ഫോർത്ത് പാസ് ചെയ്യുവാണ്, റെസ്പോൺസസ് നമ്മൾ പാസ് ചെയ്യുവാണ് വിത്ത് റെസ്പെക്ട് ടു ദ മെത്തേഡ്സ് ആൻഡ് ഒബ്ജക്ട്സ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ അതിനെ ഒബ്ജക്റ്റ് സീരിയലൈസേഷൻ എന്നും പറയും. എന്താണ് നമ്മൾ ഇപ്പം ഒബ്ജക്ട്സിൻ്റെ മെത്തേഡ്സിനെ നമ്മൾ റെസ്പോൺസസിന് ബാക്ക് ആൻഡ് ഫോർത്ത് നമ്മൾ എന്താണ് സെൻഡ് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ അതിനെ ഒബ്ജക്റ്റ് സീരിയലൈസേഷൻ എന്ന് പറയും. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഈ ഒരു RMIയുടെ കേസിൽ നമുക്ക് 3 ലെയേഴ്സാണ് വരുന്നത് നമ്മളുടെ സെർവറിലോട്ട് എത്തുന്നതിന് മുൻപ്. ഫസ്റ്റ് വൺ ഇസ് എ ക്ലയൻറ്റ് സൈഡ് സ്റ്റബ് പ്രോഗ്രാം, പിന്നെ റിമോട്ട് റെഫറൻസ് ലെയറും ട്രാൻസ്പോർട്ട് കണക്ഷൻ ലെയറും. ഈ 3 ലെയറും താണ്ടിക്കഴിഞ്ഞാണ് നമ്മൾക്ക് നമ്മളുടെ സെർവറിലോട്ട് എത്താനായിട്ട് സാധിക്കുന്നത്. സോ ക്ലയൻറ്റ് സൈഡ് സ്റ്റബ് പ്രോഗ്രാം എന്ന് പറയുന്നത് റിക്വസ്റ്റിന് ഇനീഷ്യേറ്റീവ്, അതായത് ഇത് ഒരു ലാർജർ പ്രോഗ്രാമിൻ്റെ സ്മോളർ സെക്ഷനെയാണ് നമ്മൾ സ്റ്റബ്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ഈ ഒരു സ്മോളർ സെക്ഷൻ എന്ന് പറയുമ്പോൾ നമുക്ക് ലോഡ് ചെയ്യാൻ കുറച്ചുകൂടി ഈസി ആയിരിക്കും ആൻഡ് റിമോട്ട്ലി അവൈലബിൾ ആയിരിക്കും. സോ ഇത് എന്ന് പറയുന്നത് നമ്മളുടെ എന്താണ് സെർവറാണ് പ്രൊവൈഡ് ചെയ്യുന്നത് ക്ലയൻറ്റിൻ്റെ റിക്വസ്റ്റിനനുസരിച്ച്. സോ സ്റ്റബ് എന്ന് പറയുമ്പോഴത്തേനും സ്റ്റബ് ഈ ഒരു ക്ലയൻറ്റ്, അപ്പം ഈ ഒരു എന്താണ് ക്ലയൻറ്റിൽ നിന്നും സെർവറിലോട്ട് പോകുമ്പോഴത്തേനും നമ്മളുടെ സ്റ്റബ് ലെയർ എന്ന് പറയുന്നത് എന്താണ് ക്ലയൻറ്റിൻ്റെ റിക്വസ്റ്റിനെ അക്സെപ്റ്റ് ചെയ്ത് പ്രൊസീജിയേഴ്സുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. സോ അതാണ് നമ്മളുടെ ഫസ്റ്റ് സ്റ്റെപ്പ് വരുന്നത്. സ്റ്റബ് പ്രോഗ്രാമിന് നമ്മൾ ജാവയിൽ പ്രോക്സി എന്നും പറയും. ഈ ഒരു സ്റ്റബ് കഴിഞ്ഞ് അടുത്ത് വരുന്നത് റെഫറൻസ് ലെയേഴ്സാണ്. അപ്പം അത് റെഫറൻസ് വേരിയബിൾസ് എന്തെങ്കിലും റിമോട്ട് ഒബ്ജക്ട്സിന് റെഫറൻസ് വേരിയബിൾസ് എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനെ മാനേജ് ചെയ്യാനായിട്ടാണ് റെഫറൻസ് ലെയേഴ്സ് ഉള്ളത്. അത് കഴിഞ്ഞ് ട്രാൻസ്പോർട്ട് ലെയർ എന്ന് പറയുന്നത് എന്താണ്, നമ്മൾ ട്രാൻസ്പോർട്ടേഷൻ ചെയ്യാനായിട്ട്, അല്ലാന്നുണ്ടെങ്കിൽ എന്താണ് എൻഡ് ടു എൻഡ് കമ്മ്യൂണിക്കേഷനെ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് ഒരു നെറ്റ്വർക്കിൽ. ഓക്കെ, യൂഷ്വലി അത് TCP ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പം അത് കഴിഞ്ഞിട്ട് ട്രാൻസ്പോർട്ട് ചെയ്ത് കഴിഞ്ഞ് വീണ്ടും ഒരു റിമോട്ട് റെഫറൻസ് ലെയർ നമുക്ക് കാണും. അത് കഴിഞ്ഞിട്ടാണ് നമ്മുടെ സെർവറിലോട്ട് റിക്വസ്റ്റ് പ്ലേസ് ചെയ്യുന്നത്, സെർവറിലോട്ട് റിക്വസ്റ്റ് എത്തുന്നത് ആൻഡ് തിരിച്ച് റെസ്പോൺസ് അയക്കുന്നത് ഇതുപോലെ തന്നെ ലെയേഴ്സ് പാസ് ചെയ്തിട്ടാണ്, പക്ഷേ ഓപ്പോസിറ്റ് ഡയറക്ഷനിലായിരിക്കും.